അപ്പോൾ ഇന്നത്തെ വീഡിയോ കടലയും കപ്പയും കൊണ്ട് നല്ലൊരു വിഭവമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഈ വിഭവം എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനായിട്ട് സ്റ്റവ് എത്തിച്ചതിന് ശേഷം ഒരു കുക്കർ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 200 ഗ്രാം കടല എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്ത കടല ഉണ്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 4 വിസിലോളം അടുപ്പിച്ചെടുക്കാം, കടല വേവുന്നത് വരെ. അപ്പോൾ ഇതൊരു 4-5 വിസിലോളം നമ്മൾ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെക്കാം, ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടൊന്ന് ചൂടാറട്ടെ. 1 കിലോ കപ്പ നല്ല തൊലിയൊക്കെ കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി എടുത്താണ്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊത്തിയെടുക്കാം. ഇതേപോലെ വേരൊക്കെ മാക്സിമം പെടാതെ നോക്കട്ടോ. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും കൊത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കടല വേവിക്കാൻ വെച്ചത് കുക്കറിൽ ആവിയൊക്കെ പോയിട്ട് നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ കടലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. വീണ്ടും നമ്മൾ സ്റ്റവ് കത്തിച്ചതിന് ശേഷം കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിലാണ് നമ്മൾ കപ്പ വേവിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ഇനി കപ്പ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു വിസിലോളം അടുപ്പിച്ചെടുക്കാം. 1 വിസിലോളം നമ്മൾ അടുപ്പിച്ചെടുത്തു. ഇനി തീ ഓഫ് ആക്കിയിട്ട് ഇതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ആവിയൊക്കെ പോയി. അപ്പോൾ കപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, കണ്ടോ. ഇനി ഇതിൻ്റെ വെള്ളം നമുക്ക് നന്നായിട്ടുണ്ട് ഊറ്റിക്കളയാം, മൊത്തമായിട്ടുണ്ട് ഊറ്റിക്കളയാം കേട്ടോ. ഇനി സ്റ്റവ് എത്തിച്ചതിന് ശേഷം ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പാത്രമാണ് കേട്ടോ. അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ട് ഇതിലേക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാക്കൊത്ത് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു തേങ്ങയുടെ പകുതി ഉണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം കൂടുതൽ ഇടണോ അത്രത്തോളമൊക്കെ നല്ലതാണ് കേട്ടോ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാതെ. അപ്പോൾ നമ്മുടെ വീഡിയോ അധിക പേരും കാണുന്നുണ്ട്, എല്ലാവരും സപ്പോർട്ടും തരുന്നുണ്ട് കേട്ടോ. എന്നാലും ചിലരൊന്നും ഒരു ലൈക്ക് പോലും തരുന്നില്ല. അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കേട്ടോ. അതേപോലെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. കരിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്, ഇത് മതി. ഇനി ഇതിലേക്ക് ഒരു 10ഓളം ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്താണ് ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളക് നടുകീറിട്ടാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി കപ്പ വാങ്ങുമ്പോഴേ ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല രുചിയാണ്. നമ്മൾ കപ്പയും ബീഫൊക്കെ ഉണ്ടാക്കി തിന്നില്ലേ, എന്ന പോലെ തന്നെ അതേപോലെ രുചിയാണ് നമുക്കിത് കിട്ടുക, കടലയും കപ്പും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അതിൻ്റെ പച്ചമുളകൊന്ന് മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തീ ഒരു ലോ ഫ്ലെയിമിൽ വെക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും മസാലയൊക്കെ. ഇനി നമ്മൾ ആദ്യം വേവിച്ച് വെച്ച കടല ഈ വെള്ളത്തോടൊക്കെ തന്നെ ആണ് പാർന്നു കൊടുക്കുക. ഇവിടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച വെള്ളമൊക്കെ ഊറ്റിയെടുത്ത കപ്പ ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുക. നമ്മളെ മലപ്പുറം ഭാഗത്തൊക്കെ പൂളാന്ന് പറയും, ചിലയിടത്ത് മരച്ചീനി എന്ന് പറയും. ഇനി ഇത് എല്ലാം പാടെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി ഉടച്ചെടുക്കുക. കപ്പ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കുത്തി ഉടച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിലേക്ക് വെള്ളത്തിൽ കൊടുക്കാം. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക.
സംഗതി റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഉണ്ടോ? അത് ഉഷാറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ കപ്പയും കടലയും വെച്ചിട്ട് നല്ലൊരു വിഭവം നമ്മൾ തയ്യാറാക്കിയെടുത്തു. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.